എല്ലാവർക്കും നമസ്കാരം. കേക്കിലും കപ്പ് കേക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബട്ടർ ക്രീമിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ഐസിങ് ഷുഗറും ബട്ടറുമാണ് ആവശ്യം. 250 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ആവരുത്, എങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഐസിങ് ഷുഗറായി ഹോം മെയ്ഡ് ഐസിങ് ഷുഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിരുന്നു. കാണാത്തവർ ദയവായി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ബട്ടറും ഐസിങ് ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ ആദ്യം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് സ്പൂൺ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചോ ഇത് ചെയ്യാവുന്നതാണ്. ഇത്രയും അലിഞ്ഞ് കറക്റ്റായിട്ടുള്ള ബട്ടർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ആവരുത്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ബീറ്റർ വെച്ചാണ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. ഈ യെല്ലോ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ യെല്ലോ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഐസിങ് ഷുഗർ അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഐസിങ് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഐസിങ് ഷുഗറിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. അത് ഞാൻ ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്കിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ പാൽ ആഡ് ചെയ്യാം. പക്ഷേ എനിക്കിത് കറക്റ്റാണ്. പിന്നെ മധുരം കുറവ് തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇതിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഇപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് മെൽറ്റായി അല്ലെങ്കിൽ അത് ആക്കാൻ പറ്റില്ല എന്നുള്ള പരാതിക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ബട്ടർ ക്രീം. ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിതിലേക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കളർ ബട്ടർ ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലേവറും കളറൊക്കെ ചേർത്തിട്ട് എങ്ങനെ പെർഫെക്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അരുവത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബട്ടർ ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോസിൽ ഉപയോഗിച്ച് ഇത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ബട്ടർ ക്രീം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വെച്ചിട്ട് വേണം നമുക്ക് പുതിയൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ
മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.